നമസ്കാരം. നടി മീനാക്ഷി ഇട്ടിരിക്കുന്ന ഒരു കോട്ട് അതാണിപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ മുന്നോക്കക്കാരാണ് ശരിക്കും ഇപ്പോൾ പിന്നോക്കക്കാരെന്നാണ് എൻ്റെ അഭിപ്രായം. റിസർവേഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ഒരു ഇടനിലക്കാരെന്ന നിലയിൽ ഒരു 8 ലിസ്റ്റിൽ വന്ന ഒരു ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് റിസർവേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങും എത്തിപ്പെടാൻ പറ്റിയില്ല. പക്ഷേ അത്ര പിന്നിലൊന്നും ആയിരുന്നുമില്ല. 500-നകത്ത് റാങ്കിലൊക്കെ തന്നെയായിരുന്നു ഞാൻ എത്തിയിരുന്നത്. അതിൻ്റെ ഒരു പ്രതിഷേധമൊന്നും അല്ല കേട്ടോ. പക്ഷേ അതുകൊണ്ട് ഞാനിപ്പോൾ ഏറെ സന്തോഷിക്കുന്നുമുണ്ട് ആ ജോലിയൊന്നും കിട്ടാത്തതിൽ. കാരണം എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള അവസരം കിട്ടി. എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ ആരോടും എനിക്ക് അനുവാദം ചോദിക്കേണ്ട. എനിക്ക് ഇപ്പോൾ ഇച്ചിരി കൂടുതൽ കാശുണ്ടാക്കണമെങ്കിൽ ഇച്ചിരി നേരം കൂടുതൽ കഷ്ടപ്പെട്ടാൽ എനിക്ക് അതിനുള്ള അവസരത്തിനും കിട്ടുന്നുണ്ട്. എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ആരോടും ചോദിക്കേണ്ട. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. കൃത്യമായ സമയത്ത് ജോലി ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തന്നെയല്ല, എപ്പോഴും എൻ്റെ കയ്യിൽ എൻ്റെ ആവശ്യത്തിനുള്ള കാശും എൻ്റെ കയ്യിലുണ്ട്. എന്നോട് എൻ്റെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട്, ചേച്ചി ഞങ്ങളുടെയൊക്കെ ശമ്പളം 5-ാം തീയതി ആകുമ്പോൾ തീരും. പക്ഷേ എനിക്ക് അങ്ങനല്ല. നമ്മൾ ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അത്യാവശ്യത്തിന് ഒരു പിടി നമ്മുടെ കയ്യിൽ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പിന്നോക്കക്കാർ എന്ന് പറഞ്ഞ് പിന്നോക്കമായിട്ട് മാറി നിൽക്കാതെ അവർ മുന്നോട്ട് വരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ അവരത് പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. ഇന്ന് ആരുമില്ല, തൊട്ടുകൂടാത്തവരൊന്നും ആരുമില്ല ഇന്നത്തെ കാലത്ത്. കുട്ടി പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അങ്ങനെ മാറ്റി നിർത്തേണ്ടവരല്ല എന്നൂടെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പഠിപ്പിക്കേണ്ട കാലവും തന്നെയാണ്. സംഭവം അത് തന്നെയാണ് സത്യം. പക്ഷേ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ആനുകൂല്യങ്ങൾ അവരത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. അതായത് അവർക്ക് എത്ര ശതമാനം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രയൊക്കെ ശതമാനങ്ങൾ അവർക്ക് റിസർവേഷൻ അതിൽ എത്ര പേരത് അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നൂടെ ആലോചിക്കണം. അവിടെയാണ് എനിക്ക് ഈ എതിർപ്പ് വരുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ച് പിന്നോക്കം പോകുമ്പോൾ അല്ലെങ്കിൽ മുന്നോക്കക്കാർ പിന്നോക്കം പോകുന്നു. പക്ഷേ ഈ കാര്യങ്ങളിൽ മുന്നോക്കം നിൽക്കുന്നവർ പലരും ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല. പലരുടെ അവസരങ്ങൾ അതുകൊണ്ട് നഷ്ടപ്പെടുന്നുണ്ട്. ആ നഷ്ടപ്പെടുത്തലാണ് എന്നെ വേദന ഉണ്ടാക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.